അവരുടെ അകത്ത് കയറാൻ പറ. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കുന്നത്. അതിനായി വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. ഇത് കൂടാതെ ശ്രവണ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തുടർച്ചയായി സംസ്ഥാന തലത്തിൽ മികച്ച വിജയ ശതമാനവും കഴിഞ്ഞ 2 വർഷങ്ങളിൽ സംസ്ഥാന തലത്തിൽ മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. ഊർജം നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ശ്രീമതി ടീന എസ് അവരെ ഈ ചടങ്ങിലെ സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ഷാഹിദ് പിയർ സർ, ഡയറക്ടർ സാങ്കേതിക വിദ്യാഭ്യാസ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ ഭിന്നശേഷിക്കാരായ ശ്രവണ ശിലാസ്ഥാപനവുമാണ് ഇന്ന് ഈ ചടങ്ങ് നടത്തുന്നത്. പേരുകൾ സ്വാഗതം. നമ്മുടെ എല്ലാ റെപ്രസെന്റേഷനും സമയബന്ധിതമായി കൈകാര്യം ചെയ്ത് അതിനെല്ലാം ഒരു സൊല്യൂഷൻ തന്ന, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേടിത്തരുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെ ഹൃദയത്തിൽ നിന്നും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഞ്ചിനീയർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, അത്രയും ആൾക്കാർ ഇലക്ട്രിക്കൽ ആയി ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിഭാഗത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ജോയിന്റ് ഡയറക്ടറാണ് സാറിനെ ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ലീല ടീച്ചർ, ശാന്ത ടീച്ചർ, ഗീത ടീച്ചർ, സിനിമോൾ ടീച്ചർ, ഇവരെ എല്ലാം എങ്ങനെയാണ് ഞാൻ നന്ദിയാണോ പറയേണ്ടത് സ്വാഗതമാണോ പറയേണ്ടത് എന്നൊരു കൺഫ്യൂഷനാണ്. അവർക്ക് നന്ദി പറയാനൊരു അവസരം കൂടി ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെ
ശ്രീ മുത്തുകുമാർ, സെക്രട്ടറി എഞ്ചിനീയർ PWD ബിൽഡിംഗ്സ്, ശ്രീ ബീന എസ് പ്രിൻസിപ്പൽ. അനു കത്തിച്ചോ, അനു കത്തിച്ചോ, അനു കത്തിരി, അനു കത്തിരി. യോഗാധ്യക്ഷൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഹുമാന്യനായ ഡയറക്ടർ ഡോക്ടർ ഷാലിജ് PR, PWDയുടെ ബഹുമാന്യനായ ശ്രീ മുത്തുകുമാർ, നഗരസഭ കലാലയത്തിന്റെ വികസന വഴികളിൽ തിളക്കമാർന്ന 2 അധ്യായങ്ങൾ ഒന്നിച്ച് നാം തുറക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. 5.80 കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിക്കുന്ന അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർമ്മിച്ചിട്ടുള്ള ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ 1ാം ഘട്ടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 3 കോടി രൂപ ചെലവിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 സെമിനാർ ഹാൾ, 1ാം നിലയിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ കമ്പ്യൂട്ടർ ലാബ്, കോളേജിന്റെ പ്രവേശന കവാടം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിട്ടുള്ള വിവരവും സസന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉടനെ ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം 5.8 ബഹുദൂരം മുന്നോട്ട് പോകാൻ ഇതോടുകൂടി ഈ കലാലയത്തിന് സാധിക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അതിസാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് പോളിടെക്നിക്കുകളിൽ പഠിക്കുന്നത്. തൊഴിലവസരം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എന്ന് കൂടി സന്തോഷപൂർവ്വം സൂചിപ്പിക്കട്ടെ. അതിന്റെ പ്രധാന കാരണം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളത് ആ അർത്ഥത്തിൽ വളരെ മുമ്പ് തന്നെ പോളിടെക്നിക്കുകളിൽ നടത്തണം എന്ന നിർദ്ദേശം ഒരു പരിധി വരെ പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ. ബഹുമാനപ്പെട്ട നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ കലാലയത്തിൻ്റെ നീണ്ടകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല ജലധി തരംഗ, തവ ശുഭ നാമേ ജാഗേ, തവ ശുഭ ആശിഷ മാഗേ,
गाहे तव जय गादा जनगण